നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീ ദിസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ സൗഹൃദ ബന്ധം പുതുക്കിയ ഒരു വാർത്തയാണ് അടുത്തത്. ദുബായിൽ നടന്ന ഇന്ത്യ UAE വ്യാപാര ഉച്ചകോടിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. ഈ വാർത്തയുമായി ഗൾഫ് സ്പെഷ്യൽ. ദുബായിലെ ഇന്ത്യക്കാരായ വ്യവസായികളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിൽ എന്ന IBPC ആണ് ഇന്ത്യ UAE വ്യാപാര ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ സഹകരണം ഓരോ വർഷം പിന്നിടുമ്പോഴും വർദ്ധിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മ പറഞ്ഞു. വളർച്ചാ നിരക്ക് 6% താഴെയായാലും തിരിച്ചുവരാനുള്ള ശേഷി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടെന്നും ആനന്ദ് ശർമ്മ കൂട്ടിച്ചേർത്തു. ആഗോള സമ്പദ് വ്യവസ്ഥ തകിടം മറിഞ്ഞ സമയത്ത് പോലും 9% വളർച്ച നേടിയ രാജ്യമാണ് ഇന്ത്യ. അനിവാര്യമായ തളർച്ചയാണ് ഇപ്പോഴത്തേത്. എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്ത്യയെപ്പോലെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷിയുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. നികുതി പിരിവ് ഊർജിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ആനന്ദ് ശർമ്മ പറഞ്ഞു. We were growing consistently at over 9% for 5 consecutive years. That was our GDP growth. We came down 2008-9 to below 7%, and we have come down again. And very disturbing and disappointing it is for us to come below 6%. But we have the capacity to bounce back. We have institutions, we have human resources to bounce back and once again to register high growth rates. ഇന്ത്യയും UAEയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത്. നിരവധി തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുന്നു. അവർ സ്വന്തം വളർച്ചയ്ക്കൊപ്പം ഈ നാടിന്റെയും വളർച്ചയിൽ ഭാഗവാക്കാകുകയാണ്. പുതിയ സാങ്കേതിക വിദ്യാ വിസ്ഫോടനത്തിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആഗോള വിവര സാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ത്യയുടെ ഓഹരി 50%-ലേറെയാണ്. അത് ഉപയോഗപ്പെടുത്താനും അതുവഴി സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തേടാനും UAEക്കും അതുവഴി മധ്യപൂർവ്വദേശത്തെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്കും കഴിയുമെന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞു. This century will be a century of knowledge and technology, and this century will belong to Asia. This century will belong to Africa and South Americas. But Asia definitely will have a defining influence on the course of events that will take place in the world when a new order, which is represented, inclusive, and also reflecting the contemporary global realities, is firmly put in place, both economic and political. Let our countries, Dubai and Delhi, or UAE and India, write a new essay of partnership. ഇന്ന് ലോകം മുഴുവൻ വികസനത്തിനായി ലുക്ക് ഈസ്റ്റ് എന്ന പേരിൽ കിഴക്കോട്ടാണ് നോക്കുന്നത്. അത് മുതലെടുക്കാൻ കെൽപ്പുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും UAEയും. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായാലും അടിസ്ഥാനപരമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കെട്ടുറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തമായി മുന്നോട്ടു പോകാൻ കരുത്തുണ്ടെന്നും വരും വർഷങ്ങൾ അത് തെളിയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാനോ കാറുകളിൽ മാത്രമല്ല ഇന്ത്യയുടെ മികവ്, ചികിത്സാ ചെലവ് ഇന്ത്യയിൽ കുറവാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യ വിഭവശേഷിയിൽ ഏറെ മുന്നിലാണ് ഇന്ത്യ. ഇന്ത്യ ലോകത്തിലെ പാവപ്പെട്ടവരുടെ ഫാർമസിയും ലോകത്തിന്റെ ഓഫീസുമാണെന്നും ആനന്ദ് ശർമ്മ കൂട്ടിച്ചേർത്തു. വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ UAE ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു എന്ന പ്രഖ്യാപനത്തോടെയാണ് ഉച്ചകോടിയിലെ മുഖ്യാതിഥിയായ UAE വിദേശ വ്യാപാര വകുപ്പ് മന്ത്രി ഷെയ്ഖ് ലുബ്ന അൽ ഖാസ്മി തന്റെ പ്രസംഗം തുടങ്ങിയത്. മാത്രവുമല്ല, മുൻ വർഷങ്ങളിലെ കണക്കുകൾ അവതരിപ്പിച്ച് അവർ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ UAE വ്യാപാര രംഗത്ത് 20%-ഓളം വളർച്ച നേടിയെന്നും ഷെയ്ഖ് ലുബ്ന പറഞ്ഞു. India is our biggest trading partner
and India accounts for 20% of our total foreign trade volume. 2011, our bilateral trade reached $52.8 billion as compared to $44.5 billion in 2010. This growth is considered to be 18.7%. UAE-യുടെ എക്കാലത്തെയും മികച്ച സൗഹൃദ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്നും അവർ പറഞ്ഞു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ UAE നിലവിൽ 10ാം സ്ഥാനത്താണെന്ന ഷെയ്ഖ് അൽ ഉബ്നയുടെ പ്രസ്താവനയെ സദസ്സ് ഒന്നടങ്കം കയ്യടികളോടെ വരവേറ്റു. നിലവിൽ UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആഴ്ചയിൽ 353 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നു. ഇതുതന്നെയാണ് ഇന്ത്യ UAE മികച്ച ബന്ധം എന്നും അവർ എടുത്തു പറഞ്ഞു. We have 353 flights per week. From our side with our national carriers. Emirates Airlines has 185 flights. Air Arabia has about 104. Etihad Airways 52 flights. Fly Dubai 7. Ras Al Khaimah Airways about 5. Now just imagine if we add the Indian Airlines numbers to this as well. ഇന്ത്യയും UAE-യും തമ്മിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിൽ സഹകരിക്കണമെന്ന് ഷെയ്ഖ് അൽ ഉബ്ന പറഞ്ഞു. ഊർജ്ജ മേഖല അത്തരത്തിലൊന്നാണ്. കരുത്തുറ്റ കാർഷിക മേഖലയായ ഇന്ത്യയുമായി ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സഹകരിക്കാനും UAE-ക്ക് താൽപ്പര്യമുണ്ട്. ഇന്ത്യയിലെ 10ാമത്തെ വലിയ നിക്ഷേപക രാജ്യമാണ് UAE എന്ന് ഷെയ്ഖ് അൽ ഉബ്ന പറഞ്ഞു. വിവിധ മേഖലകളിലായി UAE-ക്ക് ഇന്ത്യയിൽ മികച്ച നിക്ഷേപമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സ്ഥാനപതി MK ലോകേഷ്, കോൺസൽ ജനറൽ സഞ്ജയ് വർമ്മ, ഇന്ത്യൻ നിക്ഷേപക വാണിജ്യ സംഘത്തലവൻ രാജൻ ഭാരതി മിത്തൽ, വ്യവസായ വകുപ്പ് സെക്രട്ടറി സൗരഭ് ചന്ദ്ര, IBPC പ്രസിഡന്റ് ഭരത് ഭൂട്ടാനി, സെക്രട്ടറി ജനറൽ കുൽവന്ത് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. വെല്ലുവിളികൾക്കപ്പുറം ഇന്ത്യ UAE ബന്ധം മികച്ചതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയാണ് ഉച്ചകോടിക്ക് സമാപനമായത്. വർഷങ്ങളായുള്ള ഈ നല്ല ബന്ധം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.